ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവവും ഇഷ്ടങ്ങളൊക്കെ ഏകദേശം ഒരേപോലെയാണ്. ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവും എന്ന് പറഞ്ഞാണ് നമ്മളിൽ പലരും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? ഫോളിങ് ഇൻ ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. പക്ഷേ ചില സമയത്ത് അത് നമുക്ക് ഹാംഫുൾ ആകും. തുടക്കകാലത്ത് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വാർണിംഗ് സൈൻസ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇനി ശ്രദ്ധിച്ചാൽ തന്നെ അതത്ര കാര്യമാക്കാറുമില്ല. പക്ഷെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇതുമായിട്ട് സർവൈവ് ചെയ്യുന്നത് എത്ര ബുദ്ധിമുട്ടാണ് എന്നറിയുന്നത്. ഈ ആൾ എത്ര ടോക്സിക് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ടോക്സിസിറ്റിയുടെ സയൻസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സോ ഇഫ് യു ആർ വാച്ചിങ് മീ, ടേക്ക് ദിസ് ആസ് യുവർ വേക്കപ്പ് കോൾ. നമ്മൾ ഈ ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് അസസ് ചെയ്യണം. നമ്മൾ ഇമോഷണലി വളരെ ഡ്രെയിൻഡ് ആണോ, സാഡ് ആണോ, ടെൻസ്ഡ് ആണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്തരം നെഗറ്റീവ് ഇമോഷൻസ് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒന്ന് റീതിങ്ക് ചെയ്യണം. കാരണം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ നമുക്ക് എപ്പോഴും ഒരു എനർജിയും ഒരു സപ്പോർട്ടും ഫീലിംഗ് ഓഫ് ബീങ് ലവ്ഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത്തരം ഇമോഷൻസ് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണം. നമ്പർ 2, നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു അച്ചീവ്മെൻറ്റ് ചെന്ന് ഷെയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ എന്ന് പറഞ്ഞ് ചെറുതാക്കി കാണുന്നതും കളിയാക്കുന്നതും നമ്മുടെ ഒരു കാര്യത്തിന് വില നൽകാതിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ സെൽഫ് കോൺഫിഡൻസിനെ തല്ലി തകർക്കുക മാത്രമല്ല, നമ്മുടെ ആ ഒരു സെൽഫ് വേർത്തിനെയും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ ആളെ ഒന്നുകൂടെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ നമ്മുടെ ചെറിയ നേട്ടങ്ങൾ പോലും നമ്മുടെ പാർട്ട്ണറെ സെലിബ്രേറ്റ് ചെയ്യുകയും നമ്മുടെ ഒപ്പം ഗ്രോ ചെയ്യണമെന്നും നമ്മുടെ ഗ്രോത്തെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ട്രേറ്റ് കണ്ടാൽ ടേക്ക് ദിസ് ആസ് എ വാർണിംഗ് സൈൻ. നമ്പർ 3, മാനിപ്പുലേഷൻ. മാനിപ്പുലേഷൻ പല രീതിയിലാവാം. നമ്മുടെ ഉള്ളിലൊരു കുറ്റബോധം തോന്നിപ്പിക്കുക. നമ്മളൊരു കാര്യം ചെയ്തിട്ടില്ല എങ്കിലും, നമ്മൾ ചെയ്തതിൽ തെറ്റില്ല എങ്കിൽ പോലും നമ്മൾ അത് തെറ്റാണെന്ന് തോന്നിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ വളച്ചൊടിക്കുക. അതായത് അവർ ചെയ്തൊരു മോശം കാര്യം അല്ലെങ്കിൽ അവരുടെ ഒരു മോശം പെരുമാറ്റത്തിന് കാരണം നമ്മളാണെന്ന് തോന്നിപ്പിക്കുക. പിന്നെ ഇവരുടെ കുറച്ച് കോമൺ ഡയലോഗ്സ് ഉണ്ട്. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ നിനക്ക് എൻ്റെ ഇമോഷൻസ് മനസ്സിലാവാത്തത് കൊണ്ട് ഞാനിങ്ങനെ പെരുമാറേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു രീതിയിലുള്ള ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും മാനിപ്പുലേഷനുമാണ്. മാനിപ്പുലേഷൻ്റെ വേറൊരു രീതിയാണ് നമ്മളെ പണിഷ് ചെയ്യുന്നത് പോലത്തെ സംസാരം. നീ ഇനി ഇങ്ങനെ ചെയ്താൽ ഞാൻ നിന്നോട് ഒരിക്കലും മിണ്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ മിണ്ടില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നിടം വരെ ഞാൻ മിണ്ടില്ല എന്നൊക്കെ പറയുന്നതും ഒരു രീതിയിലുള്ള മാനിപ്പുലേഷൻ തന്നെയാണ്. അനദർ ഫോം ഈസ് അവരുടെ മേലൊരു ഡിപ്പെൻഡൻസ് ക്രിയേറ്റ് ചെയ്യുക. ഡിപ്പെൻഡൻസ് ക്യാൻ ബി ഫിനാൻഷ്യൽ ഓർ ഇമോഷണൽ. അത്തരം ഒരു ഡിപ്പെൻഡൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലും സെൽഫ് വർത്തും എല്ലാം അങ്ങ് ഇല്ലാതാവും. ദാറ്റ് ഈസ് ഓൾസോ മാനിപ്പുലേഷൻ. നമ്പർ 4, ഓവർ കൺട്രോളിങ്. നമ്മുടെ ഫോണും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഒക്കെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഹാൻഡിൽ ചെയ്യുക, അത് കോൺസ്റ്റൻ്റ്ലി ചെക്ക് ചെയ്യുക, നമ്മളെപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക, നമ്മളെവിടെയാ, എന്തെടുക്കുക, ആരുടെ കൂടെയാ, എന്തിനാ അവരുടെ കൂടെ പോയത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഒരു ടൈപ്പ് ഓഫ് കൺട്രോളിങ് തന്നെയാണ്. ഇതൊക്കെ സ്നേഹം കൊണ്ടാണ് എന്നവർ പറയും, പക്ഷേ ഇതിനെല്ലാം ഒരു ലിമിറ്റുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് നമ്മളെ അകറ്റുക. ഫ്രണ്ട്സ് ശരിയല്ല, ഞാൻ മനസ്സിലാക്കുന്ന പോലെ നിൻ്റെ ഫ്രണ്ട്സൊന്നും ഒരിക്കലും മനസ്സിലാക്കില്ല. ഇത്തരം ഡയലോഗ്സും ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ കുറ്റം പറയുക. അങ്ങനെ പതുക്കെ നമ്മുടെ സോഷ്യൽ സർക്കിളിൽ നിന്ന് നമ്മളങ്ങ് കട്ട് ഓഫ് ചെയ്യും. ഈ സോഷ്യൽ സർക്കിളിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരോട് ഷെയർ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടാകും. ആൻഡ് കംപ്ലീറ്റ്ലി നമ്മൾ ഈ പാർട്ട്ണറിൽ ഡിപ്പെൻഡൻ്റ് ആകും. അതും ഒരു ടൈപ്പ് ഓഫ് കൺട്രോളിങ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഡ്രസ്സിങ്ങിൽ കമൻറ്റ് ചെയ്യുക, എന്തിടണം എന്തിടരുത്. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹോബീസിന് വേണ്ടി, കരിയറിന് വേണ്ടി സമയം മാറ്റി വയ്ക്കുമ്പോൾ അതിന് കുറ്റം കണ്ടുപിടിക്കുക. യു ആർ ടു ബിസി ഫോർ മീ, എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല എന്ന് പറയുക. നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഇടപെടുക, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കട്ട് ഓഫ് ചെയ്യുക. ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് കൺട്രോളിങ് തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് വർത്തിനെ ഇല്ലാതാക്കുകയും നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ തല്ലി തകർക്കുകയൊക്കെ ചെയ്യുന്നതാണ്. സോ ഇഫ് യു ഫൈൻഡ് തിങ്സ് ലൈക്ക് ദിസ് ഈസ് ഓവർ കൺട്രോളിങ് ആൻഡ് ഇറ്റ് ഈസ് എ സൈൻ ഓഫ് മാനിപ്പുലേഷൻ. നമ്പർ 5, ഒരാൾ മാത്രം എഫേർട്ട് എടുക്കുക. മീറ്റ് ചെയ്യാനാണെങ്കിലും ഒരു വഴക്ക് സോൾവ് ചെയ്യാനാണെങ്കിലും ഒരാൾ മാത്രം വൺ സൈഡഡ് ആയിട്ട് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് ടോക്സിസിറ്റി തന്നെയാണ്. ബിക്കോസ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ അത് ഈക്വൽ ആയിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഈക്വൽ പാർട്ട്ണർഷിപ്പ്. അടുത്തത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ്. ഒരിക്കൽ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണ്.
സോ ഇത്തരത്തിലുള്ളൊരു കാര്യം ഫേസ് ചെയ്താൽ വാക്ക് ഔട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ് ഇമ്മീഡിയറ്റ്ലി. ഇത്തരം മോർണിംഗ് സയൻസ് തരുന്ന ഒരാളുടെ കൂടെ മുന്നോട്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യ സമയത്ത് കണ്ണടച്ചാൽ നമ്മളിത് ലൈഫ് ലോങ് ഫേസ് ചെയ്യേണ്ടി വരും. മാത്രമല്ല ഫിസിക്കലി, ഇമോഷണലി, മെൻ്റലി ഒക്കെ നമ്മൾ വല്ലാതെ അൺഹെൽത്തി ആവും. സോ ദ മൊമെൻറ്റ് യു ഐഡൻറ്റിഫൈ ദീസ് വാർണിംഗ് സൈൻസ്, walk out of the relationship no matter how hard it is. Stay happy, stay healthy.